തിരുവനന്തപുരം പേരൂർക്കടയിൽ സ്ത്രീയെ അപമാനിച്ച സംഭവം ഉണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി വരുന്നു. ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്യും. 2 സിവിൽ പോലീസ് ഓഫീസർമാർക്ക് വീഴ്ച ഉണ്ടായി എന്നും കണ്ടെത്തലുണ്ട്. രാഹുൽ ജി നാഥ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഒരു സസ്പെൻഷനിൽ ഒതുക്കുകയാണോ? എന്തായിരിക്കും ഈ കൂടുതൽ നടപടികൾ? കൂടുതൽ പേർക്കെതിരെ ഉണ്ടാവുന്ന നടപടികൾ അതാരൊക്കെ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ? മോദി, കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇന്നലെ മുഖ്യമന്ത്രിയും അതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഒപ്പം ഇപ്പോൾ എന്തായാലും കണ്ടോൺമെന്റ് ACP ആണ് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അന്വേഷണം നടത്തുന്നത്. അപ്പോൾ അന്വേഷണത്തിൽ കൃത്യമായി ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് വ്യക്തമാകുന്നുണ്ട്. ഒപ്പം തന്നെ ബിന്ദു ഉന്നയിച്ച ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ എത്രമാത്രം ശരിയാണെന്ന് CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം സസ്പെൻഷനിലായ SI പ്രസാദിന് മാത്രമല്ല, ആദ്യഘട്ടം മുതൽ വലിയ ആരോപണങ്ങൾ നേരിടുന്ന ASI പ്രസന്ന, അതായത് തന്നെ ഇത്രമാത്രം അധിക്ഷേപിച്ച് ഉപദ്രവിച്ച് ആനന്ദം കണ്ടെത്തിയ പോലീസുകാരെന്ന രീതിയിലാണ് ബിന്ദു എന്ന ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ അത്തരത്തിൽ ASI പ്രസന്നെതിരെയും സസ്പെൻഷൻ ഉൾപ്പെടെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും വകുപ്പുകൾ അന്വേഷണത്തിൽ ഇത്തരത്തിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ പ്രാഥമികമായി തെറ്റായ പ്രവണതകൾ ഉണ്ടായി എന്ന് കണ്ടെത്തുന്നുണ്ട്. കൂടുതൽ അന്വേഷണം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ആരോപണങ്ങൾ കൂട്ടിവായിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഉത്തരവ് ASI പ്രസന്നതിരെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.